എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് സ്വാഗതം. 22 ഫെബ്രുവരി 2023 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണിത്. SC to hear Uddhav's plea against EC order today. അപ്പോൾ ഇതെന്തുമായി ബന്ധപ്പെട്ടാണ്? ഫോമർ മഹാരാഷ്ട്ര CM ഉദ്ധവ് താക്കറെയെ ബന്ധപ്പെട്ടതാണ്. അതിൽ രണ്ട് വിഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരുന്നു ഈ പറഞ്ഞ ശിവസേന എന്ന് പറയുന്നത്. അപ്പോൾ ഷിൻഡെ ലീഡ് ചെയ്യുന്ന ഫാക്ഷനാണ് ഇപ്പോൾ ഭരണത്തിലുള്ളത്. അപ്പോൾ അവർക്ക് കൊടുത്ത സിമ്പിൾസും പാർട്ടി സിമ്പിൾസും നെയിമും ആണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ അതിനെതിരെയാണ് ഉദ്ധവ് താക്കറയുടെ ഹർജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഷിൻഡെ വിഭാഗത്തിന് ഈ പറയുന്ന പേരും അതുപോലെ തന്നെ പാർട്ടി സിമ്പിളും കൊടുക്കുക എന്നതായിരുന്നു. അപ്പോൾ അതിനെതിരെയുള്ള കാര്യമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഡിഫെക്ഷൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ ആൻറ്റി ഡിഫെക്ഷൻ ലോ ഡൈല്യൂട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിസ്കഷനിൽ നമ്മൾ സംസാരിച്ച കാര്യമാണ്. ഫോമർ മഹാരാഷ്ട്ര CM accuses the poll body of being biased after it allotted the Shivsena name symbol to the Shinde faction. He says rival faction is taking over bank accounts, properties, etc. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഹർജി കേൾക്കുന്നത് എന്ന് പറയുന്നു. ഇന്ത്യ സിംഗപ്പൂർ ലിങ്ക് പേയ്മെൻറ്റ് സർവീസസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അവരുടെ മൊബൈൽ ബാങ്കിങ് കണക്ടിവിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന UPI യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്, ഈ പേയ്മെൻറ്റ് ഇൻ്റർഫേസുകൾ മൊബൈൽ ബാങ്കിങ് എന്ന് ജനറലി വിളിക്കേണ്ട പേയ്മെൻറ്റ് ഇൻ്റർഫേസുകൾ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന റിയൽ ടൈമായിട്ട് ട്രാൻസ്ഫറുകൾക്ക് നടത്താൻ പറ്റുന്ന രീതിയിൽ പേയ്മെൻറ്റ് ലിങ്കിങ് നടന്നു എന്ന് പറയുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യസ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആൻഡ് സിംഗപ്പൂർസ് പേ നൗ വർ ഒഫീഷ്യലി കണക്റ്റഡ് ഓൺ ട്യൂസ്ഡേ അലോയിങ് ഫോർ എ റിയൽ ടൈം പേയ്മെൻറ്റ് ലിങ്കേജ്. റിയൽ ടൈമായിട്ട് പൈസ സെൻഡ് ചെയ്യുന്ന പോലെ, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് UPI വെച്ച് ആർക്കൊക്കെയാണോ പൈസ അയക്കുന്നത് അതുപോലെ തന്നെ സിംഗപ്പൂരിലുള്ള ആൾക്കാർക്കും അയക്കാൻ പറ്റുന്ന പോലത്തെ റിയൽ ടൈം പേയ്മെൻറ്റ് ലിങ്കേജ് ആണ് എന്ന് പറയുന്നത്. ലിങ്കേജ് സെറ്റ് ടു ഈസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഫോർ ദി ഇന്ത്യൻ ഡിസ്പോറ. Singapore is the first country with which the cross-border person-to-person payment facilities have been launched എന്ന് പറയുന്നു. ഇപ്പോൾ ഫിൻടെക് എന്ന് പറയുന്നത് ഫിനാൻസിലെ ടെക്നോളജിയാണ്. ഫിൻടെക് എന്ന് ഓർത്ത് വെക്കണം ഈ ടേം. ഫിൻടെക് എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻസിലെ ടെക്നോളജിയാണ്. അപ്പോൾ അത് മറ്റ് രാജ്യങ്ങളുമായിട്ടും കണക്റ്റഡ് ആയിട്ട് പേയ്മെൻറ്റൊക്കെ സിമ്പിളാക്കുക എന്ന് പറയുന്നത് റവല്യൂഷണറി ആയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യ സിംഗപ്പൂരിൽ പേയ്മെൻറ്റ് സർവീസസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തയാണ്. സ്ട്രേ ഡോഗ് സ്പ്രെഡ് ഫിയർ അഗെയിൻ ആസ് പാക്ക് ഓഫ് 4 മൗൾസ് ബോയ് ടു ഡെത്ത് ഇൻ ഹൈദരാബാദ്. അപ്പോൾ ഹൈദരാബാദിലൊരു ഡോഗ് അറ്റാക്ക് ആണ് പറയുന്നത്. ഏത് വൈറസാണ് റാബിസ് പരത്തുന്നത്? റാബിസ് വൈറസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വാർത്തയുണ്ട്. കേരള, തമിഴ്നാടു ആൻഡ് കർണാടക ടു ഓർഗനൈസ് ദ ഫസ്റ്റ് സിങ്ക്രണൈസ്ഡ് വൾച്ചർ സർവേ. കഴുകന്മാരുടെ സർവേ 3 സംസ്ഥാനം കൂടി ചേർന്ന് കോർഡിനേറ്റഡ് ആയിട്ട് ചെയ്യുമെന്നാണ് പറയുന്നത് ഫെബ്രുവരിയിൽ തന്നെ. കേരള, തമിഴ്നാടു ആൻഡ് കർണാടക ടു ഓർഗനൈസ് ഫസ്റ്റ് സിങ്ക്രണൈസ്ഡ് വൾച്ചർ സർവേ ഇൻ ഫെബ്രുവരി. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് വിത്ത് ഇറ്റ്സ് കൗണ്ടർപാർട്സ് ഇൻ തമിഴ്നാടു ആൻഡ് കർണാടക ഈസ് പ്രിപ്പയറിംഗ് ടു ഓർഗനൈസ് ദ ഫസ്റ്റ് സിങ്ക്രണൈസ്ഡ് വൾച്ചർ സർവേ ഇൻ സെലക്ട് റീജിയൻസ് ഓഫ് ദ വെസ്റ്റേൺ ഗാട്സ് ഓൺ ഫെബ്രുവരി 24, 25 and 26. അപ്പോൾ വൾച്ചറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പല സ്ഥലങ്ങളിലും ഇത് എക്സ്റ്റെൻഡ് ആവാനുള്ള സാധ്യത, അതുപോലെ തന്നെ എൻഡേജേർഡ് ആവാനുള്ള കാര്യങ്ങളുണ്ട്. കാരണം നമ്പർ ഓഫ് വൾച്ചേഴ്സ് കുറയുന്ന ട്രെൻഡ്സാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില പെയിൻ കില്ലേഴ്സ്, കാറ്റിലിന് ഉപയോഗിക്കുന്ന, കന്നുകാലികൾക്ക് ഉപയോഗിക്കുന്ന ചില പെയിൻ കില്ലേഴ്സാണ് കാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡൈക്ലോഫെനാക്ക് എന്ന് പറയുന്നത് കാറ്റിലിന് കൊടുക്കുന്ന, കന്നുകാലികൾക്ക് പെയിൻ കില്ലറായിട്ട് കൊടുക്കുന്ന ഒരു ഡ്രഗാണ്. അത് വൾച്ചേഴ്സിൻ്റെ കിഡ്നി, ഇത് മരിച്ചു കഴിഞ്ഞ് ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങൾ കഴിക്കാൻ വേണ്ടി വരുന്ന ഈ വൾച്ചേഴ്സിൻ്റെ കൂടെ കയറുകയും അതുപോലെ തന്നെ അവരുടെ ബോഡിയിലേക്ക് കയറുകയും അതുപോലെ തന്നെ അതിൽ നിന്ന് ഈ പറയുന്ന കിഡ്നീസിന് പ്രശ്നം വരികയും ചെയ്യുന്നു, കിഡ്നി ഫെയിലർ ആവുകയും ചെയ്യുന്നൊരു പ്രോസസ്സാണ് പറയുന്നത്. അപ്പോൾ ഡൈക്ലോഫെനാക്ക് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നമാണ് ഈ വൾച്ചർ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കേരള, തമിഴ്നാട്, കർണാടക ഒരുമിച്ച് ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള വൾച്ചർ സർവേ നടത്തുന്നു എന്ന് പറയും. ഇന്ന് എഡിറ്റോറിയലിൽ കാര്യമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊന്നുമില്ല. ഡിസിപ്ലിൻ ഡിസ്കഷൻ. പാർലമെൻറ്റ് ഇസ് എ ഫോറം വെർ ഗവൺമെൻറ് ഈസ് ആൻസറബിൾ ടു ദ പീപ്പിൾ. ഓൺ മൺഡേ രാജ്യസഭ ചെയർമാൻ ജഗ്ദീപ് ധങ്കർ ആണ് രാജ്യസഭ ചെയർമാൻ. ഡയറക്ടർ ഓഫ് ദ പ്രിവിലേജസ് കമ്മിറ്റി ഹെഡഡ് ബൈ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ഡിസോർഡർലി കണ്ടക്ട് ബൈ 12 opposition MPs that has led to multiple adjournments during the first leg of the budget session. അപ്പോൾ ഒരുപാട് പ്രാവശ്യം അഡ്ജോൺമെൻറ്റിന് നേരിടേണ്ടി വന്ന, അല്ലെങ്കിൽ അഡ്ജോൺമെൻറ്റ് ആയിപ്പോയ ബഡ്ജറ്റ് സെഷൻ്റെ കാരണം എന്ന് പറയുന്നത് 12 ഓപ്പോസിഷൻ MPs പ്രശ്നം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഡിസോർഡർലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ പാടില്ല, ഡിസിപ്ലിനും ഡിസ്കഷനും നടക്കേണ്ട ഒരു സ്ഥലമാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നു. അപ്പോൾ അതിനെതിരെ ഒരു അന്വേഷണം ഉണ്ട്. ആൾ ത്രൂ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 85-minute address, the opposition keep raising slogans with Sunset TV that does the live telecast of the proceedings blacked out. Camera did not pan towards the opposition benches, earlier acting on the
complaint filed by BJP MP Mr. Dhankar suspended Congress MP Rajini Patil for illegally recording the process on her mobile phone. അപ്പോൾ ഒരുപാട് ഡിസോർഡർലി ആയിട്ടുള്ള കണ്ടക്ട് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുക, അതുപോലെ തന്നെ CCTV ക്യാമറാസ് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ സൺസെറ്റ് TV കവറേജസ് ഓപ്പോസിഷൻ്റെ എന്താ പറയുക ബെഞ്ചസിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അൺറൂളി ആയിട്ടുള്ള എന്താ പറയുക ബിഹേവിയർ, ഡിസോർഡർലി ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ട്. അപ്പോൾ അതിനെതിരെയാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യമായിട്ടും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്നും അതിന് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് വോസ്റ്റർ അക്കൗണ്ട്സിനെ കുറിച്ചാണ്. ഒരുപാട് റഷ്യൻ കമ്പനീസ്, ഓയിൽ കമ്പനീസ് വോസ്റ്റർ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്താണ് വോസ്റ്റർ അക്കൗണ്ട് എന്നാണ് ചോദിക്കുന്നത്. വോസ്റ്റർ അക്കൗണ്ട് ഇസ് എൻ അക്കൗണ്ട് ദ ഡൊമസ്റ്റിക് ബാങ്ക്സ് ഹോൾഡ് ഫോർ ഫോറിൻ ബാങ്ക്സ് ഇൻ ദ ഫോം ഓഫ് ഡൊമസ്റ്റിക് കറൻസി, ഇൻ ദിസ് കേസ് റുപ്പി. അപ്പോൾ റഷ്യയിലുള്ള കുറച്ച് കമ്പനീസ് ഇവിടെ നമ്മുടെ ബാങ്കുകളിൽ തുടങ്ങുന്ന അക്കൗണ്ടിനെയാണ് വോസ്ട്രോ എന്ന് പറയുക. അതിൻ്റെ കറൻസി എന്ന് പറയുന്നത് ഏത് ഡോമിനേറ്റഡ് ആയിരിക്കും? നമ്മുടെ കറൻസി ആയിരിക്കും. ഇപ്പോൾ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്, വിച്ച് ഇസ് ഇൻ ഇന്ത്യൻ റുപ്പി. അതാണ്. അപ്പോൾ ഡൊമസ്റ്റിക് ബാങ്ക്സ് യൂസ് ഇറ്റ്സ് ടു പ്രൊവൈഡ് ഇന്റർനാഷണൽ ബാങ്ക് സർവീസ് ടു ദ ക്ലയൻസ് ഹു ഹാവ് ഗ്ലോബൽ ബാങ്കിങ് നീഡ്സ്. ഇറ്റ്സ് എൻ ഇന്റഗ്രൽ ഓഫ് ഷൂട്ട് ഓഫ് correspondent banking that entails a bank to facilitate wire transfer, conduct business transactions, accept deposits and gather documents on behalf of the other bank. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് റഷ്യയിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു വർഷമൊക്കെ റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇമ്പോർട്ട് കൂടിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ട്രാൻസാക്ഷൻസ് ഈസിയാക്കാനും ഇപ്പോൾ ഡോളറിലുള്ള ട്രാൻസാക്ഷൻസ് ഒഴിവാക്കാനും വേണ്ടി ഇന്ത്യ റഷ്യ ഡയറക്റ്റ്ലി ട്രാൻസാക്ഷൻസിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ് പല എന്താ പറയുക റഷ്യൻ കമ്പനീസും ഇവിടെ വോസ്റ്റർ അക്കൗണ്ട്സ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ വോസ്റ്റർ അക്കൗണ്ട് സംബഡീസ് അക്കൗണ്ട് ഇൻ അവർ ബാങ്ക്. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെയോ ഏതെങ്കിലും രാജ്യത്തിൻ്റെ അക്കൗണ്ട് ഒരു ഫോറിൻ എൻറ്റിറ്റിയുടെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഫോറിൻ എൻറ്റിറ്റിയുടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കറൻസിയിൽ ഓപ്പൺ ചെയ്യുന്നതാണ് വോസ്റ്റർ അക്കൗണ്ട് എന്ന് പറയുന്നത്. 20 റഷ്യൻ ബാങ്ക്സ് ഇൻക്ലൂഡിംഗ് റോസ് ബാങ്ക്, ടിങ്കോഫ് ബാങ്ക്, സെൻട്രോ ക്രെഡിറ്റ് ബാങ്ക് ആൻഡ് ക്രെഡിറ്റ് ബാങ്ക് ഓഫ് മോസ്കോ ഹാവ് ഓപ്പൺ സ്പെഷ്യൽ റുപ്പി വോസ്ട്രോ അക്കൗണ്ട്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് വോസ്ട്രോ എന്നുള്ളത്. സ്പോർട്സ് ന്യൂസിൽ സാനിയാസ് ട്രെയിൽ ബ്ലേസിംഗ് കരിയർ കംസ് ടു എ ക്ലോസ്. അപ്പോൾ സാനിയയുടെ കരിയർ അവസാനിക്കുകയാണ്. ടെന്നീസിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണ് സാനിയ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ബൈ, ടേക്ക് കെയർ.